എല്ലാവരും ജാഗ്രതയിൽ. പിന്നെ ഇലക്ഷൻ വന്ന് വോട്ടേഴ്സ് ലിസ്റ്റ് വന്ന് സ്ഥാനാർത്ഥികളും അവരെ ബന്ധുക്കളും സുഹൃത്തുക്കളും പാർട്ടിക്കാരും കൂടെ വീട്ടിൽ വരുമ്പം അയ്യോ എനിക്ക് വോട്ടില്ലേ, ഞാൻ അന്നേ പറഞ്ഞതാണ്, ഞാൻ 18 വയസ്സ് കഴിഞ്ഞു പോയി, എനിക്കിവിടെ വോട്ടുമില്ല എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയ പാർട്ടികളെയും തെറി പറയരുത്, സർക്കാരിനെയും തെറി പറയരുത്, ഇലക്ഷൻ കമ്മീഷനെ പറയേ ചെയ്യരുതൊന്നും. ഇപ്പോൾ രാജ്യത്തും സംസ്ഥാനത്തുമൊക്കെ SIR നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ, പ്രത്യേക ആദ്യ തീവ്ര പുനർനിർണയം, റിവിഷൻ അല്ലെങ്കിൽ പുതുക്കൽ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിലെ എല്ലാ വീടുകളിലും ഇപ്പോൾ BLOമാർ, ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് വരും. അവർ വരുമ്പോൾ വീട്ടിൽ ആരെങ്കിലുമൊക്കെ കാണണം. അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് സ്ഥിരമായി പുറത്ത് പോവുകയാണെങ്കിൽ, ടൂറൊക്കെ പോകണമെങ്കിൽ നിങ്ങളുടെ നമ്പർ ഒന്ന് വീട്ടിൽ എഴുതി വെച്ചിട്ട് പോകണം, വെളിയിൽ എഴുതി വെച്ചിട്ട് പോകണം, മൊബൈൽ നമ്പർ. അപ്പോൾ അവർക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ അവർ വരുമ്പോൾ നിങ്ങളെ കാണാതിരുന്നാൽ ബുദ്ധിമുട്ടാവൂലേ. എന്തായാലും 2026 ഫെബ്രുവരി 7 അന്തിമ പട്ടിക നിശ്ചയിക്കുന്ന നിലയിൽ, 2026 ഫെബ്രുവരി 7 അന്തിമ പട്ടിക നിശ്ചയിക്കുന്ന നിലയിൽ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടക്കുകയാണ്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, നിലവിൽ എനിക്ക് വോട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് വോട്ടുണ്ട്, നമ്മൾക്ക് വോട്ടുണ്ടെങ്കിൽ ആ ലിസ്റ്റ് മരവിപ്പിച്ചു. ഇനി ആ ലിസ്റ്റിന് പ്രസക്തിയില്ല, പുതിയ ലിസ്റ്റാണ്. 2 തരത്തിലാണ് കേരളത്തിൽ ലിസ്റ്റുള്ളത്. 2 ടൈപ്പ് വോട്ടാണുള്ളത്, 2 തരം ലിസ്റ്റാണുള്ളത്. ഒന്ന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുപ്പ്, അതിപ്പോൾ വരുന്നു. വോട്ടേഴ്സ് ലിസ്റ്റ് ഇന്നും നാളെയൊക്കെ പേര് ചേർക്കാം, അതിനകത്തേക്ക് ആളുകൾക്ക് വോട്ട് ചെയ്യാം. 2 പാർലമെൻറ്റിലേക്ക്, നിയമസഭയിലേക്കുമുള്ള വോട്ടെടുപ്പ്, അത് വേറൊരു സെക്ഷനാണ്. അതിലേക്കാണ് ഈ SIR പരിപാടി നടക്കുന്നത്. അതിൽ ഇനി നടക്കാൻ പോകുന്ന പ്രോസസ്സ് എന്താണ്? വീട്ടുകാർ എന്തൊക്കെ അറിഞ്ഞിരിക്കണം? BLOമാർ നിങ്ങളുടെ വീട്ടിൽ വരും. BLOമാർ വരുന്നത് ഒരു ജനുവരി 8-നകത്തായിരിക്കും. 8-നാണ് ഡിസംബർ 8-നകത്തായിരിക്കും നിങ്ങളുടെ വീടുകളിൽ വരുന്നത്. ഡിസംബർ 8, 9-നകത്ത്, അതായത് ഈ മാസം നവംബർ മുതൽ ഡിസംബർ വരെയുള്ള ഒരു മാസം നിങ്ങളുടെ വീടുകളിൽ വരും. അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങളുടെ വീട്ടിലെ അഡ്രസ്സ്, മറ്റു കാര്യങ്ങളെല്ലാം. 2002 വോട്ടേഴ്സ് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു, പിന്നെ അവിടെ തർക്കമില്ല. അഥവാ 2002 നിങ്ങളുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിങ്ങളുടെ പേരില്ലെങ്കിൽ, കാര്യം 2002 അടിസ്ഥാനമാക്കിയാണ് ഇവർ എടുക്കുന്നത്, ഇല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികളുടെ, അച്ഛൻ്റെ, അമ്മയുടെ, അപ്പൂപ്പൻ്റെ, അമ്മൂമ്മയുടെ ആരുടെയെങ്കിലുമൊക്കെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് കാണും. അത് ഒരു കുടുംബത്തിൽ ആരുടെയും കാണാതിരിക്കത്തില്ലല്ലോ. അപ്പോൾ ആരുടെയെങ്കിലും പേര് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുത്താൽ അവർക്ക് എളുപ്പമുണ്ട്, കണ്ടുപിടിക്കാനൊക്കെ എളുപ്പമുണ്ട്. പിന്നെ പുതിയ വോട്ടർമാരും വരും. ഇവർ 2 തരം ഫോമാണ് വീട്ടിൽ തരുന്നത്. ആ 2 ഫോമും ഫില്ല് ചെയ്ത് കൊടുക്കണം. കളർ ഫോട്ടോ കൊടുക്കണം. കളർ ഫോട്ടോ നിർബന്ധം പറയുന്നില്ല, പക്ഷേ BLOമാർ നിർബന്ധിച്ചാൽ കൊടുക്കണം. കാരണം അതിനൊരു ഡിസ്പ്യൂട്ടിലേക്ക് പോകണ്ട. അതുകൊണ്ട് എല്ലാവരും അത്യാവശ്യം ഒരു പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ വീട്ടിലുള്ള എല്ലാവരും എടുത്തു വയ്ക്കുന്നത് നല്ലതാണ്. പിന്നെ അവർ വന്നതിന് ശേഷം ഫോട്ടോയ്ക്ക് വേണ്ടി ഓടേണ്ട കാര്യമില്ല. ഫോട്ടോ അല്ലെങ്കിൽ വീട്ടിൽ മിക്കവാറും വീടുകളിൽ ഫോട്ടോ കാണും, പക്ഷേ വയസ്സായവരുടെ ഫോട്ടോ ചിലപ്പോൾ കാണണമെന്നില്ല. കുട്ടികളുടെയൊക്കെ ആണെങ്കിൽ കോളേജിലൊക്കെ അഡ്മിഷനൊക്കെ കൊടുക്കാനുള്ള ഫോട്ടോകൾ കാണും, വയസ്സായവരുടെ ചിലപ്പോൾ കാണത്തില്ല. ഫോട്ടോ എടുത്ത് വയ്ക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. കളർ ഫോട്ടോ എടുത്ത് വയ്ക്കുക, ചെറിയ പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ എടുത്ത് വയ്ക്കുക. ഡിസംബർ 9 ഇതെല്ലാം കഴിഞ്ഞാൽ ഈ 2 ഫോമും ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു റെസിപ്റ്റ് തരും. ആ റെസിപ്റ്റ് കളഞ്ഞു കളയരുത്, കാരണം ഇത് വച്ചാലേ പിന്നെ ട്രേസ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്, പിന്നെ നമ്മളെ ചേർത്തിട്ടില്ലെങ്കിൽ. അത് കഴിഞ്ഞ് ഡിസംബർ 9 കരട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അപ്പം നമുക്ക് എവിടെ നിന്നായി കരട് ലിസ്റ്റ് കിട്ടുക? ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. നമ്മുടെ നാട്ടിലെ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിലെല്ലാം ഈ ലിസ്റ്റ് കാണും. അവർ ചിലപ്പോൾ ലിസ്റ്റ് എടുത്തിട്ട് നമ്മളെ പേര് വന്നിട്ടില്ലെങ്കിൽ പല പാർട്ടികളും നമ്മൾ വോട്ട് ചെയ്യുമെന്ന് കരുതുന്ന പാർട്ടികളുണ്ടായിരിക്കും. അവർ നമ്മളടുത്ത് വന്ന് പറയും. അല്ലെങ്കിൽ അവരോട് ചോദിച്ചാൽ ഡിസംബർ 9 ജനുവരി 8 മുമ്പ്, അപ്പോൾ ഡിസംബർ 9 ഒരു മാസം സമയം, എല്ലാം ഒരു മാസമാണ്. ജനുവരി 8 മുമ്പേ ഡിസംബർ 9 ശേഷം അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ലിസ്റ്റ് കിട്ടും. ആ ലിസ്റ്റിൽ നോക്കി പേരില്ലെങ്കിൽ നമുക്ക് വീണ്ടും പരാതി കൊടുക്കണം. കാരണം ചില പേരുകളൊക്കെ ഒഴിവായി പോകും. ഇതെല്ലാം കമ്പ്യൂട്ടറിലൊക്കെ ചെയ്യുന്നതല്ലേ. അങ്ങനെ ഒഴിവായി പോയാൽ വീണ്ടും നമുക്ക് പരാതി കൊടുത്താൽ അതുകൂടി ജനുവരി 8 മുമ്പേ ഈ പരാതി എല്ലാം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ കൂടി വച്ചിട്ടാണ് ഫെബ്രുവരി മാസത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റ് 7 ഫൈനലൈസ് ചെയ്താൽ പിന്നെ വലിയ പ്രയാസമാണ്. ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുമ്പോൾ എന്തിനാണ് ഇപ്പോൾ SIR എടുക്കുന്നത്? അതിനെ സംബന്ധിച്ച് 2 തർക്കമുണ്ട്. SIR എന്ന് പറയുന്നത് ഇടയ്ക്കിടെ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നതാണ്, ദീർഘകാലയളവിൽ ചെയ്യുന്നതാണ്. കാരണം സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയുന്നത് അതിതീവ്രമായ പുതുക്കൽ പ്രക്രിയ എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഒരു പ്രശ്നം കിടക്കുന്നത്, ഒന്ന് രാജ്യത്ത് വലിയ വോട്ടർമാരുടെ, കള്ള വോട്ടർമാരുടെയും ഇരട്ട വോട്ടർമാരുടെയൊക്കെ വലിയ പരാതി കിടക്കുന്ന രാജ്യത്ത്. ആ സമയത്ത് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള പരാതികളൊക്കെയാണ് രാഹുൽ ഗാന്ധിയൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ SIRൽ സംശയമുണ്ട് എന്നൊക്കെയാണ് ഇലക്ഷൻ കമ്മീഷനെതിരെയുള്ള ഒരു ആരോപണം. പക്ഷേ അതങ്ങനല്ല.
നിങ്ങളെല്ലാവരും വോട്ട് ചെയ്യണം. നിങ്ങളെല്ലാവരും ഇലക്ഷൻ വോട്ട് ചെയ്യുന്നതിൻ്റെ ഒരു പൗരൻ്റെ പൗരധർമ്മത്തിലെ ഒന്നാമത്തെ ഭാഗമാണ് വോട്ട് ചെയ്യുക. അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വരിക എന്നുള്ളതാണ്. അപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വരുത്തുക എന്നുള്ളത് ഒരു പൗരൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ് എന്നുള്ള നിലയിലാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. അതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ വന്ന് പറയുകയും ചെയ്തു, പരസ്യമൊക്കെ കൊടുത്തു കഴിഞ്ഞു. അത് വച്ചുകൊണ്ട് വളരെ കൃത്യമായി എല്ലാവരും 18 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും, രാജീവ് ഗാന്ധിയാണ് 18 വയസ്സ് കഴിഞ്ഞ പ്രധാനമന്ത്രിയായിരുന്നപ്പോഴാണ് ഈ 18 വയസ്സ് കഴിഞ്ഞവർക്കുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് വോട്ട് ചെയ്യാനുള്ള അവകാശം കൊണ്ടുവന്നത്. അപ്പോൾ 18 വയസ്സ് കഴിഞ്ഞാൽ പ്രായപൂർത്തിയാകും. ആ 18 വയസ്സ് കഴിഞ്ഞ ആണിനും പെണ്ണിനും ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ, സമ്പത്തെന്നോ ദരിദ്രനെന്നോ ഒന്നും കണക്കാക്കാതെ, ജെൻഡർ ഒന്നും നോക്കാതെ തന്നെ സ്ത്രീ ആയാലും പുരുഷനായാലും 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള, അപ്പോൾ കുട്ടികളെന്നേ പറയാനേ പറ്റത്തുള്ളൂ, കോളേജ് വിദ്യാർത്ഥികളൊക്കെ ആയിരിക്കും, ആ പ്രായത്തിലുള്ളവർ മുതൽ വോട്ട് ചെയ്യാനുള്ള അവകാശവും അവസരവുമുണ്ട്. കേരളത്തിൽ ഏകദേശം 1,74,00,000 ആളുകൾ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്രയും ആളുകൾക്ക് വോട്ടുണ്ട്. അപ്പോൾ ആ വോട്ടർമാരുടെ വോട്ട് ചെയ്യുന്നതിൽ ഈ BLOമാർ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ കൃത്യമായി നിങ്ങൾ വീട്ടിലുണ്ടാകണം. അഥവാ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തു പോവുകയാണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ പോലെ വീട്ടിൻ്റെ പുറത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ ആരുടെയെങ്കിലും നോൺ ആയിട്ടുള്ള ഒരാളിൻ്റെ മൊബൈൽ നമ്പർ, എപ്പോഴും ഓഫ് ചെയ്ത് വയ്ക്കാത്ത ഒരാളുടെ മൊബൈൽ നമ്പർ അടിച്ച് വെച്ചിട്ട് പോയാൽ, എഴുതി വെച്ച് ഒട്ടിച്ചിട്ട് പോയാൽ ഈ BLOമാർക്ക് നിങ്ങളെ വിളിക്കാൻ എളുപ്പമുണ്ടായിരിക്കും. ഫോട്ടോ ഒന്നും ആവശ്യമുണ്ട്. പൂരിപ്പിക്കാൻ നിങ്ങൾക്കും പൂരിപ്പിക്കാം. BLOമാരല്ലേ ഇപ്പോൾ എഴുത്തും വായനയെന്ന് അറിഞ്ഞിടാത്തവരില്ല. എന്നാലും എന്തെങ്കിലും കണ്ണിന് കാഴ്ചയോ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ളവർ, വയസ്സായവർ മാത്രമേ വീട്ടിലുള്ളെങ്കിൽ ബാക്കിയുള്ള ആളുകളെ വെച്ചുകൊണ്ട് BLOമാർ പൂരിപ്പിക്കും. ഇനി എന്തൊക്കെ രേഖകൾ കൊടുക്കാം? സുപ്രീം കോടതി പറഞ്ഞ അനുസരിച്ച് ഇന്ത്യൻ പൗരനാണ് എന്ന് തെളിയിക്കുന്ന ഏത് രേഖയും മതി. റേഷൻ കാർഡ്, ആധാർ, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, പിന്നെ പാൻ കാർഡ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇന്ത്യൻ പൗരനാണ് എന്ന് ഗവൺമെൻറ് തന്നിട്ടുള്ള ഏതെങ്കിലും ഒരു രേഖ, ആധാർ ഇപ്പോൾ എടുക്കാം, സുപ്രീം കോടതി പറഞ്ഞത്, ഏതെങ്കിലും ഒരു രേഖ കൂടി കാണിക്കേണ്ടി വരും. ആ രേഖ കാണിക്കുമ്പോൾ നിങ്ങൾ ഇന്ത്യൻ പൗരനാണെന്ന് തെളിയും. ഇന്ത്യൻ പൗരനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 18 വയസ്സ് പ്രായപൂർത്തിയായതിൻ്റെ കഥയുണ്ട്. അതിപ്പോൾ വീട്ടുകാർ വന്ന് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ വന്ന് ഇലക്ഷൻ കമ്മീഷൻ വന്ന് നോക്കുമ്പോൾ ആളുകൾക്ക് അറിയാൻ പറ്റുമല്ലോ. 18 വയസ്സ് കഴിഞ്ഞിരിക്കണം, ഇന്ത്യൻ പൗരനായിരിക്കണം, ഈ രേഖ കയ്യിലുണ്ടായിരിക്കണം, ഫോട്ടോ കൊടുക്കണം. ഫോട്ടോ നിർബന്ധം പറയുന്നില്ല, എന്നാലും ഫോട്ടോ കൊടുക്കണം. അപ്പോൾ ഫോട്ടോ കൊടുത്തില്ലേ ചിലപ്പോൾ പഴയതുപോലെ എടുത്തുകൊണ്ടുമായിരിക്കും, അതെനിക്കറിയത്തില്ല. അതിന് പുതിയ ആളുകളുടെ ഇത് ആദ്യമായിട്ട് ചേർക്കുന്നവരുടെ ഫോട്ടോ വേണ്ടേ? സാധാരണ ഇലക്ഷൻ ലിസ്റ്റിൽ ഫോട്ടോ കാണുന്നതാണ്. അപ്പോൾ ഫോട്ടോ ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു സംവിധാനമാണ്. പക്ഷേ അപ്പോഴും ചില പരാതികളും പരിഭവങ്ങളും ഇതിനെക്കുറിച്ച് വരുന്നുണ്ട്. ഇത് SIR എന്ന് പറയുന്നത് ഒരു ഒളിച്ചു കടത്തലാണോ? പൗരത്വ ബില്ലുമായി ബന്ധപ്പെടുത്തി രാജ്യത്ത് എത്ര ആളുകളുണ്ടെന്നും അവരുടെ ജാതി, മതം, വർഗം, ഗോത്രം ഒക്കെ തെളിയിക്കുന്ന രേഖകൾ സർക്കാർ എടുത്തുകൊണ്ടിരിക്കുകയാണ് പല രൂപത്തിൽ. അങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ എടുക്കുന്ന ഈ രേഖകൾ സർക്കാരിലേക്ക് പോകുമോ? അങ്ങനെ സർക്കാരിലേക്ക് പോയാൽ സർക്കാർ ഇത് പൗരത്വ രജിസ്റ്ററുമായി ക്ലബ്ബ് ചെയ്യുമോ എന്നൊരു സംശയം ചില കോണുകളിൽ നിന്നെങ്കിലും വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രതിപക്ഷ ഫോൾഡറുകളിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത്. ഇത് മുസ്ലിം സംവിധാനങ്ങളിൽ നിന്നും സംഘടനകളിൽ നിന്നും ശക്തമായി വന്നിരിക്കുന്നു. ഇത് പൗരത്വ രജിസ്റ്ററിനെ ഒളിച്ചു കടത്തലാണെന്ന്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ വളരെ കൃത്യമായി പറയുന്നു, രാജ്യത്ത് ഇലക്ഷൻ നടത്തണമെങ്കിൽ ഇത് ചെയ്തല്ലേ കഴിയൂ. ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാത്രമേ ഇലക്ഷൻ നടത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇലക്ഷൻ്റെ SIRൽ ഒരു പൗരൻ എന്നുള്ള നിലയിൽ എല്ലാവരും പങ്കെടുക്കണം. അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. ഞാൻ ഈ പറഞ്ഞ ഡേറ്റുകൾ ഓർത്തിരിക്കുക. എല്ലാ ഡേറ്റും ഓർത്ത് ഡയറിയിൽ എഴുതി വെക്കണമെന്നല്ല. നിങ്ങൾ BLOമാർ വരുമ്പോൾ അവർക്ക് വിവരങ്ങൾ കൊടുക്കുക. ആ വിവരങ്ങൾ അവരെടുക്കുന്നതിന് ശേഷം അവരോട് തന്നെ ഡേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചു വയ്ക്കുക. അവർ തന്നെ റെസിപ്റ്റ് വാങ്ങിച്ചു വയ്ക്കുക. അത് ഡിസംബർ 9 കരട് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങളതിൽ നിങ്ങളുടെ പേരുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. പേരുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ പരാതി കൊടുക്കുക. ജനുവരി 8 വരെ പരാതി കൊടുക്കാം. അതിനുശേഷം ഫെബ്രുവരിയിൽ ലിസ്റ്റ് വരും. അപ്പോൾ ഏറ്റവും സുതാര്യമായ ഒരു ജനാധിപത്യ തിരഞ്ഞെടുപ്പ് നടക്കാൻ, പ്രത്യേകിച്ച് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ആകുമ്പോൾ ഇവിടെ അസംബ്ലി തിരഞ്ഞെടുപ്പുണ്ട്, പിന്നെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരും. എന്തായാലും അതിന് ഉപയോഗിക്കുന്ന വോട്ടേഴ്സ് ലിസ്റ്റാണ്. വളരെ കൃത്യമായി എല്ലാ ആളുകളും, നമ്മുടെ സംസ്ഥാനത്തെ 18 വയസ്സ് കഴിഞ്ഞ എല്ലാ പൗരന്മാരും വോട്ടേഴ്സ് ലിസ്റ്റിൽ വരാൻ ശ്രദ്ധിക്കേണ്ടത് പൗരന്മാരുടെ കടമ കൂടിയാണ്.